നക്ഷത്ര ലോകത്തെ രാജാക്കന്മാർ എന്ന് വിശേഷിപ്പിക്കാവുന്ന മകം നക്ഷത്രക്കാർക്ക് എന്തൊക്കെയാണ് കാത്തുവച്ചിരിക്കുന്നത്? ചിങ്ങം രാശിയുടെ പ്രൗഢിയും കേതുവിന്റെ ആത്മീയ സ്വാധീനവും ഒത്തുചേരുന്ന മകം നക്ഷത്രം എന്നും ഒരു പ്രത്യേകതയുള്ള നക്ഷത്രമാണ്. പിതൃക്കളുടെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ ഉയരങ്ങൾ കീഴടക്കാൻ കൽപ്പുള്ളവരാണ് നിങ്ങൾ. എന്നാൽ 2026 മാർച്ച് മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതിയെ മാറ്റിമറിക്കാൻ പോകുന്ന ചില പ്രധാന മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചറിവിന്റെയും വളർച്ചയുടെയും കാലഘട്ടമാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാനസിക സംഘർഷങ്ങൾക്കും തടസ്സങ്ങൾക്കും ഒരു അറുതി വരാൻ പോകുന്ന മാസമാണിത്. എങ്കിലും ഒരു നാണയത്തിന് രണ്ട് വശങ്ങൾ ഉള്ളതുപോലെ നിങ്ങൾക്ക് ചില വെല്ലുവിളികളും അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. അത് നിങ്ങളെ തളർത്താനല്ല, മറിച്ച് കൂടുതൽ കരുത്തരാക്കാനാണെന്ന് മനസ്സിലാക്കുക. ഈ മാസം നിങ്ങളുടെ വ്യക്തിത്വത്തിൽ വലിയൊരു മാറ്റം ദൃശ്യമാകും. സാധാരണഗതിയിൽ തന്നെ അധികാരവും ആഭിജാത്യവും ഇഷ്ടപ്പെടുന്ന മകം നക്ഷത്രക്കാർക്ക് സമൂഹത്തിൽ കൂടുതൽ ബഹുമാനവും അംഗീകാരവും ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഈ മാസം വന്നു ചേരും. നിങ്ങൾ പണ്ടെപ്പോഴോ ചെയ്ത നല്ല കാര്യങ്ങളുടെ ബലം അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികർ ചെയ്തു വെച്ച പുണ്യത്തിന്റെ പങ്ക് ഒരു അദൃശ്യ സഹായമായി നിങ്ങളുടെ കൂടെയുണ്ടാകും. പലപ്പോഴും ഭാഗ്യം കൊണ്ട് മാത്രം ചില കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്നത് ഈ മാസത്തെ പ്രത്യേകതയാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു വലിയ കുതിച്ചുചാട്ടത്തിനുള്ള വിത്തുകൾ പാകുന്ന മാസമാണിത്. അപ്രതീക്ഷിതമായി കൈവരുന്ന ധനലാഭത്തേക്കാൾ സ്ഥിരമായ ഒരു വരുമാന മാർഗം കണ്ടെത്താൻ നിങ്ങൾക്ക് ഈ മാസം സാധിക്കും. പക്ഷേ പണം കയ്യിൽ വരുമ്പോൾ അത് ചെലവഴിക്കുന്ന കാര്യത്തിൽ മകം നക്ഷത്രക്കാർ പുലർത്തുന്ന രാജകീയമായ ഉദാരത ഈ മാസം കുറച്ചൊന്ന് നിയന്ത്രിക്കേണ്ടതുണ്ട്. കാരണം വരാനിരിക്കുന്ന മാസങ്ങളിൽ ചില വലിയ നിക്ഷേപങ്ങൾക്കോ കുടുംബപരമായ ആവശ്യങ്ങൾക്കോ വേണ്ടി ഈ സമ്പാദ്യം നിങ്ങൾക്ക് ഉപകരിക്കും. തൊഴിൽ മേഖലയിൽ മകം നക്ഷത്രക്കാർക്ക് ഈ മാസം ഒരു പരീക്ഷണ കാലഘട്ടം കൂടിയാണ്. നിങ്ങളുടെ കഴിവിനെ ചോദ്യം ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ സംയമനത്തോടും ബുദ്ധിശക്തിയോടും കൂടി അവയെ നേരിട്ടാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് വലിയൊരു പദവിയായിരിക്കും. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ പങ്കാളിത്തങ്ങൾ ലഭിക്കാനും വിപുലീകരണത്തിന് വഴിതെളിയിക്കാനും ഈ മാസം അനുകൂലമാണ്. തൊഴിലന്വേഷകർക്ക് തങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ മികച്ച അവസരം ഈ മാസത്തിന്റെ രണ്ടാം പകുതിയോടെ തേടിവരും. കുടുംബജീവിതം ഈ മാസം സമാധാനപൂർണ്ണമായിരിക്കും. പിതൃതുല്യരായ വ്യക്തികളിൽ നിന്നുള്ള ഉപദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് പുതിയൊരു ദിശാബോധം നൽകും. ജീവിത പങ്കാളിയുമായുള്ള ബന്ധത്തിൽ കൂടുതൽ അടുപ്പവും വിശ്വാസവും ഉണ്ടാകാൻ പോകുന്ന മാസമാണിത്. പ്രണയിക്കുന്നവർക്ക് തങ്ങളുടെ ബന്ധം വിവാഹത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള അനുകൂല തീരുമാനങ്ങൾ വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാം. തിരക്കു പിടിച്ച ജീവിതത്തിനിടയിൽ സ്വന്തം മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ നിങ്ങൾ ശ്രമിക്കും. ആത്മീയ കാര്യങ്ങളിലുള്ള താല്പര്യം വർദ്ധിക്കുന്നതിലൂടെ വലിയൊരു ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കും. മുൻകോപം നിയന്ത്രിക്കാൻ ശ്രദ്ധിച്ചാൽ ഈ മാസം നിങ്ങൾക്ക് പൂർണ്ണമായും അനുകൂലമാക്കി മാറ്റാൻ സാധിക്കും. സാമ്പത്തികം, തൊഴിൽ, ദാമ്പത്യം, കുടുംബം, ആരോഗ്യം, വിദ്യാഭ്യാസം, ആത്മീയത, വ്യക്തിത്വം എന്നീ മേഖലകളിൽ നിങ്ങൾക്ക് ഈ മാസം ഉണ്ടാകാൻ പോകുന്ന അനുഭവങ്ങൾ വ്യക്തമായി നമുക്ക് പരിശോധിക്കാം. ജോലിസ്ഥലത്തോ സാമൂഹിക മണ്ഡലത്തിലോ നിങ്ങൾ ചെയ്ത പഴയ കാര്യങ്ങൾക്ക് ഇപ്പോൾ അംഗീകാരം ലഭിക്കും. ദീർഘകാലമായി മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും, പ്രത്യേകിച്ച് നിയമപരമായ പ്രശ്നങ്ങൾ അനുകൂലമായി തീരാൻ സാധ്യതയുണ്ട്. സ്വാധീന ശക്തിയുള്ള വ്യക്തികളുമായി സൗഹൃദം സ്ഥാപിക്കാൻ സാധിക്കും. ഇത് ഭാവിയിൽ വലിയ ഗുണങ്ങൾ നൽകും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് മാസത്തിന്റെ രണ്ടാം പകുതി ഗുണകരമാണ്. ജോലിസ്ഥലത്ത് അനാവശ്യമായ സമ്മർദ്ദങ്ങൾ ഉണ്ടായേക്കാം. മേലുദ്യോഗസ്ഥരുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്നാൽ സംയമനം പാലിക്കുന്നത് ഗുണം ചെയ്യും. വ്യാഴത്തിന്റെ അനുഗ്രഹത്താൽ ചിലർക്ക് അപ്രതീക്ഷിതമായ സ്ഥാനക്കയറ്റമോ ശമ്പള വർധനവോ ലഭിക്കാം. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല അറിയിപ്പുകൾ ലഭിക്കാൻ സാധ്യതയുള്ള മാസമാണിത്. 11-ലെ വ്യാഴം സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ തരും. ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം പ്രതീക്ഷിക്കാം. ഓഹരി വിപണിയിലോ ഭൂമിയിലോ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നവർ വിദഗ്ധോപദേശം തേടുന്നത് നന്നായിരിക്കും. പെട്ടെന്നുള്ള ലാഭത്തേക്കാൾ ദീർഘകാല നിക്ഷേപങ്ങൾ ഈ സമയം ഗുണം ചെയ്യും. അനാവശ്യമായ ആഡംബരങ്ങൾക്കായി പണം ചെലവഴിക്കുന്നത് നിയന്ത്രിക്കണം. കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിനായി പണം മാറ്റിവെക്കേണ്ടി വന്നേക്കാം. കുടുംബത്തിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷമുണ്ടാകും. എങ്കിലും രാഹുവിന്റെയും കേതുവിന്റെയും സ്വാധീനം കാരണം ചെറിയ തർക്കങ്ങൾ ഉടലെടുക്കാം. മാതാപിതാക്കളുടെ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പിതൃതുല്യരായ വ്യക്തികളിൽ നിന്ന് അനുഗ്രഹവും സഹായവും ലഭിക്കും. സഹോദരങ്ങളുമായുള്ള ബന്ധം ഊഷ്മളമാകും. കുടുംബപരമായ ചടങ്ങുകളിൽ സജീവമായി പങ്കെടുക്കും. വിവാഹിതർക്ക് പങ്കാളിയുമായി നിലനിന്നിരുന്ന പിണക്കങ്ങൾ മാറിക്കിട്ടും. പങ്കാളിയുടെ പേരിൽ സ്വത്തോ ധനമോ ലഭിക്കാൻ സാധ്യതയുണ്ട്. അവിവാഹിതരുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമുണ്ടാകും. അനുയോജ്യമായ ആലോചനകൾ വരാൻ സാധ്യതയുള്ള സമയമാണിത്. പ്രണയിക്കുന്നവർക്ക് വീട്ടുകാരുടെ സമ്മതം ലഭിച്ചേക്കാം. ആരോഗ്യകാര്യത്തിൽ മകം നക്ഷത്രക്കാർ ഈ മാസം ജാഗ്രത പാലിക്കണം. അസ്ഥി സംബന്ധമായ വേദനകൾ, പുറം വേദന, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ അലട്ടാൻ സാധ്യതയുണ്ട്. എരിവും പുളിയും കുറഞ്ഞ ലഘുഭക്ഷണം ശീലിക്കുന്നത് ദഹന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. ദൂരയാത്രകളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡ്രൈവിംഗിൽ മിതത്വം പാലിക്കുന്നത് അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. മാനസികമായ സമ്മർദ്ദം കുറയ്ക്കാൻ യോഗയോ ധ്യാനമോ ശീലിക്കുക. മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കും. ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിലുള്ളവർക്കും ഗവേഷണ വിദ്യാർത്ഥികൾക്കും പുതിയ കണ്ടുപിടുത്തങ്ങൾക്കും നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട്.
തീർത്ഥയാത്രകൾ നടത്താൻ സാധ്യതയുണ്ട്. ഗുരുക്കന്മാരുടെയോ മഹാന്മാരുടെയോ ദർശനം ലഭിക്കാം. ധ്യാനത്തിനും പ്രാർത്ഥനകൾക്കുമായി കൂടുതൽ സമയം കണ്ടെത്തും. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. ഏതു പ്രതിസന്ധിയിലും തളരാതെ മുന്നോട്ട് പോകാനുള്ള മനക്കരുത്ത് നിങ്ങൾക്കുണ്ടാകും. മറ്റുള്ളവരെ സഹായിക്കാനുള്ള നിങ്ങളുടെ മനസ്സ് സമൂഹത്തിൽ വലിയ ബഹുമാനം നേടിത്തരും. പുതിയ വീട് പണിയാനോ വാഹനം വാങ്ങാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള പ്രാരംഭ നടപടികൾ ഈ മാസം തുടങ്ങാം. വായ്പകൾ എളുപ്പത്തിൽ അനുവദിച്ചു കിട്ടും. കോടതിയിലുള്ള കേസുകളിൽ നിങ്ങൾക്ക് അനുകൂലമായ വിധി വരാനോ ഒത്തുതീർപ്പിലെത്താനോ സാധിക്കും. പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ജനപിന്തുണ വർദ്ധിക്കും. പുതിയ പദവികൾ തേടിവരാൻ സാധ്യതയുണ്ട്. അന്യരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നത് ഒഴിവാക്കുക. ഇത് നിങ്ങളെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ചേക്കാം. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ മിതത്വം പാലിക്കുക. നിങ്ങളുടെ സംസാരം മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക ഇടപാടുകളിൽ ജാമ്യം നിൽക്കുന്നത് ഈ മാസം ഒഴിവാക്കണം. മകം നക്ഷത്രക്കാരുടെ പ്രധാന ദോഷപരിഹാരങ്ങൾ അവരുടെ നക്ഷത്ര ദേവതയായ പിതൃക്കളെയും നക്ഷത്രാധിപനായ കേതുവിനെയും പ്രീതിപ്പെടുത്തുന്നതിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. മകം നക്ഷത്രത്തിന്റെ ദേവത പിതൃക്കളായതിനാൽ പിതൃക്കളുടെ അനുഗ്രഹം നേടുക എന്നത് ഈ നക്ഷത്രക്കാരുടെ ജീവിത വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്. പിതൃക്കളുടെ അപ്രീതി കുടുംബത്തിൽ അസ്വസ്ഥതകൾ, സന്താനക്ലേശം, സാമ്പത്തിക തടസ്സങ്ങൾ, രോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമാകും. അതിനാൽ അനുഷ്ഠിക്കാവുന്ന ചില ദോഷപരിഹാരങ്ങൾ നോക്കുമ്പോൾ കർക്കടക വാവ്, തുലാമാസത്തിൽ അമാവാസി, കുംഭമാസത്തിൽ അമാവാസി തുടങ്ങിയ ദിവസങ്ങളിലും സ്വന്തം പിതാവിന്റെ ശ്രാദ്ധ ദിനത്തിലും ബലിതർപ്പണം നടത്തുന്നത് പിതൃക്കൾക്ക് മോക്ഷം നൽകാനും അവരുടെ അനുഗ്രഹം നേടാനും സഹായിക്കും. പിതാവിന്റെയും മാതാവിന്റെയും മരണപ്പെട്ട തിഥിയിൽ കൃത്യമായി ശ്രാദ്ധമൂട്ടുന്നത് പിതൃപ്രീതിക്ക് ഏറ്റവും ഉത്തമമായ മാർഗമാണ്. ക്ഷേത്രങ്ങളിൽ പൂജകൾ നടത്തുന്നതും തിലഹവനം പോലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതും പിതൃദോഷ ശാന്തിക്ക് ഫലപ്രദമാണ്. പിതൃക്കളുടെ പ്രീതിക്കായി അന്നദാനം, വസ്ത്രദാനം എന്നിവ നടത്തുന്നത് ഉത്തമമാണ്. പ്രത്യേകിച്ച് അമാവാസി ദിവസങ്ങളിൽ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നത് വലിയ പുണ്യമായി കണക്കാക്കപ്പെടുന്നു. മകം നക്ഷത്രത്തിന്റെ വൃക്ഷം പേരാലാണ്. പേരാൽ നനയ്ക്കുന്നതും അതിനെ പരിപാലിക്കുന്നതും വീടിന് സമീപത്ത് സാധ്യമെങ്കിൽ നട്ടുപിടിപ്പിക്കുന്നതും ദോഷശാന്തിക്ക് നല്ലതാണ്. മകം നക്ഷത്രക്കാരുടെ ജനനം കേതു ദശയിലാണ് സംഭവിക്കുന്നത്. അതിനാൽ ജാതകത്തിൽ കേതു അനുകൂലമല്ലാത്ത സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ ദോഷഫലങ്ങൾ കൂടുതലായിരിക്കും. ശാരീരികവും മാനസികവുമായുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക ക്ലേശങ്ങൾ, ബന്ധങ്ങളിൽ അകൽച്ച എന്നിവ കേതു ദോഷത്തിന്റെ ഫലമായി ഉണ്ടാകാം. കേതുപ്രീതിക്കായി അനുഷ്ഠിക്കാവുന്ന ചില ദോഷപരിഹാരങ്ങൾ നോക്കുമ്പോൾ കേതുവിന്റെ അതിദേവത ഗണപതിയാണ്. അതിനാൽ ഗണപതിയെ നിത്യവും ഭജിക്കുന്നത് കേതുദോഷം കുറയ്ക്കാൻ ഏറ്റവും ലളിതവും ഫലപ്രദവുമായ ഒരു മാർഗമാണ്. ചതുർത്ഥി ദിവസങ്ങളിൽ ഗണപതി ക്ഷേത്ര ദർശനം നടത്തുകയും ഗണപതി ഹോമം കഴിപ്പിക്കുകയും ചെയ്യുന്നത് അതീവ ഗുണകരമാണ്. കേതുദശ ആരംഭിക്കുന്ന ദിവസം ഗണപതി ഹോമം നടത്തുന്നത് ദോഷത്തിന്റെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കും. കേതുവിന്റെ ബീജാക്ഷര മന്ത്രം ദിവസവും 108 തവണ ജപിക്കുന്നത് കേതുവിന്റെ ദോഷഫലങ്ങളെ ലഘൂകരിക്കും. കേതുവിന്റെ രത്നമായ വൈഡൂര്യം ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം ധരിക്കുന്നത് കേതുവിന്റെ ദോഷങ്ങളെ അതിജീവിക്കാൻ സഹായിക്കും. മകം നക്ഷത്രക്കാർക്ക് വളർച്ചയുടെയും പരീക്ഷണങ്ങളുടെയും മാസമാണ്. ശനി ചില വെല്ലുവിളികൾ ഉയർത്തുമെങ്കിലും വ്യാഴത്തിന്റെ സ്ഥിതി നിങ്ങളെ സുരക്ഷിതരാക്കും. ആത്മവിശ്വാസത്തോടും ഈശ്വര ചിന്തയോടും കൂടി മുന്നോട്ട് പോയാൽ ഈ മാസം വലിയ വിജയങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം പാലിക്കുകയും ആരോഗ്യത്തിൽ ശ്രദ്ധ നൽകുകയും ചെയ്താൽ ഈ മാസം നിങ്ങൾക്ക് സംതൃപ്തി നൽകുന്ന ഒന്നായിരിക്കും.